നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പോസ്റ്റ് ഓഫീസിലേക്ക് നടക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോസ്റ്റ് ഓഫീസിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ച്, KSU ഉൾപ്പെടെ കൊടികൾ കാണാം. കോൺഗ്രസിന്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പ്രതിഷേധം നടക്കുന്നു. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിനകത്തേക്ക് മതിൽ ചാടി അകത്തേക്ക് കയറുകയാണ്. ഇപ്പോൾ അല്പസമയം മുൻപാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. MLA KM അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഉദ്ഘാടനം കഴിയുന്നതും നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടന്ന് മതിൽ ചാടി പോസ്റ്റ് ഓഫീസിനകത്തേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് പോലീസ് അവരെ തടയുന്നു. ഒരു ചെറിയ സംഘർഷ സാധ്യതയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വളരെ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായി പോസ്റ്റ് ഓഫീസിനകത്തേക്ക് ചാടി കയറുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലൊരു കയ്യാങ്കളിയിലേക്ക് അല്ലെങ്കിൽ ഉന്തും തള്ളിലേക്കും നീങ്ങുന്നു എന്നുള്ളതാണ്. പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് അവിടെ കാണാൻ കഴിയും. പാലക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ഈ ഉണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ്. ഈ ഉദ്ഘാടനം കഴിയുന്നതും ഈ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം കഴിയുന്നതും നേരെ പ്രവർത്തകർ ഓടി ഈ പോസ്റ്റ് ഓഫീസിനകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ജലവീരങ്കി വരുന്നു. ജലവീരങ്കി അടക്കം പ്രയോഗിക്കുകയാണ്. ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ ഒരു മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തകർ ഇതിന്റെ അകത്തേക്ക് പോസ്റ്റ് ഓഫീസ് ഈ പ്രവർത്തകരെ പിരിച്ചുവിടാൻ വേണ്ടിയാണ് പ്രവർത്തകർ ഇനിയും ബാക്കിയുള്ള കുറച്ച് കൂടി ഈ അവർ ഗോകുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചാണ് അത് സംഘർഷഭരിതമാകുന്നു ആദ്യം തന്നെ എന്നുള്ളതാണ്. നിറയെ ചില പ്രവർത്തകർ അകത്തേക്ക് ചാടി കടന്നിട്ടുണ്ട്. ജലപീരങ്കി പ്രയോഗിക്കുന്നു പോലീസ്. അവരെ അവിടുന്ന് മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ്. KM അഭിജിത്താണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. ചില ആളുകൾ പോസ്റ്റ് ഓഫീസിനകത്ത് ഒക്കെ കടന്നിട്ടുണ്ട്. ചില ആളുകൾ ജലപീരങ്കി പ്രയോഗിക്കുന്ന പോലീസ് വാഹനത്തിന് മുൻപിൽ കയറി വാഹനത്തിന്റെ ചില്ലടിച്ചു പൊട്ടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ചില പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. സംഘർഷഭരിതമാകുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രതിഷേധം എന്നുള്ളതാണ്. രാജ്യവ്യാപകമായി തന്നെ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CJP നടത്തിയിട്ടുള്ള സമരത്തിന് പിന്നാലെ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്ന അവസ്ഥ. പിന്നാലെയാണിത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുക്കുന്നത്. കോൺഗ്രസ് ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ ഇന്നലെ രാത്രി മുതൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കേറ്റ മർദ്ദനത്തിനു പിന്നാലെ രാത്രി മുതൽ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പ്രതിഷേധമുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പാലക്കാടും കാണുന്നത്. ഗോകുൽ VS, ഗോകുൽ തുടരാമെങ്കിൽ, നേരത്തെ ശബ്ദം കട്ടായി പോകുന്നുണ്ടായിരുന്നു. വിവരങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ വീണ്ടും ഒരു ജലവീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം വീണ്ടും ഒരു സംഘർഷ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ബാരിക്കേഡുകൾ പ്രവർത്തകർ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ പോസ്റ്റ് ഓഫീസിനകത്തേക്ക് കയറിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. അവിടെ നേരിയ രീതിയിലുള്ളൊരു സംഘർഷം പോലീസും പ്രവർത്തകരും തമ്മിലുണ്ട്. KM അഭിജിത്ത് MLA ഇതിനകത്തേക്ക് ഈ പോസ്റ്റ് ഓഫീസിനകത്തേക്ക് നിന്ന് പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ, അതായത് പോലീസും പ്രവർത്തകരും തമ്മിൽ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനിടയിൽ പ്രവർത്തകർ തള്ളി പോസ്റ്റ് ഓഫീസിനകത്തേക്ക് കയറാനുള്ളൊരു ശ്രമം കൂടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പോലീസ് ഇപ്പോൾ ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ ഏതാനും കുറച്ച് പ്രവർത്തകർ ഈ ബാരിക്കേഡ് കടന്ന് പോസ്റ്റ് ഓഫീസിനകത്തേക്കും പ്രവേശിച്ച ഒരു സാഹചര്യമാണ്. നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ക്രമക്കേടിൽ വ്യാപകമായ പ്രതിഷേധമാണ് രാജ്യമെമ്പാടും തന്നെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ പ്രതിഷേധവും രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് തുടർച്ച എന്നോണം തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കേരളത്തിലും ഇപ്പോൾ ഈ പ്രതിഷേധം വ്യാപകമാകുന്നു. ഇപ്പോൾ ഈ പാലക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്കാണ് ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രവർത്തകർ ഒരു ഭാഗത്ത് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ് ഓഫീസിനകത്തേക്ക് ചാടിക്കേറിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതും നമുക്ക് കാണാം. ആ പ്രവർത്തകരെ, അകത്ത് കയറിയ
പ്രവർത്തകരെ പൂർണ്ണമായും തന്നെ ഇപ്പോൾ പോലീസ് പുറത്തേക്ക് എത്തിച്ചു. പോസ്റ്റ് ഓഫീസിനകത്തേക്ക് കയറിയവരെ പോലീസ് തടയുകയും പിന്നീട് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് ഇറക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ഇവർ പുറത്തിറങ്ങിയ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിലേക്ക് എത്തുകയും ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോഴും ഈ പ്രദേശത്ത് ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ഒരു റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. വീണ്ടും ഒരു സംഘർഷ സാധ്യത തന്നെയാണ് ഇപ്പോൾ പാലക്കാട് നിലനിൽക്കുന്നത്. പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് മറികടന്ന് ഇതിനകത്തേക്ക് പോസ്റ്റ് ഓഫീസിനകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം തുടരുകയാണ്.